മൈക്കിൾ സിനിമ കണ്ടു. ഇന്നലെ രാത്രിയാണ് പോയി കണ്ടത്. ഒരു അന്യ അനുഭവമായിരുന്നു കേട്ടോ. ഞാനൊക്കെ മൈക്കിൾ ജാക്സൻ്റെ ഹാർട്ട് ഫാൻ എന്ന് പറഞ്ഞാൽ അതിലും മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വന്ന അന്ന് തന്നെ ഇത് പോയി കണ്ടത്. ഒരു വേറെ ലെവൽ കേട്ടോ. മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിക്കുന്ന ജാഫർ ജാക്സൺ ജീവിക്കുവാണ്. മൈക്കിൾ ജാക്സനായിട്ട് ജീവിക്കുകയാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ജാഫർ ജാക്സനായിട്ട് നമുക്ക് തോന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം മൈക്കിൾ ജാക്സനായിട്ട് മാറുകയാണ്. വേറെ ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ, ഡേഞ്ചറസ്, ത്രില്ലർ, ബാഡ് അതൊക്കെ കണ്ട ആ എഫക്റ്റ് നമുക്ക് വീണ്ടും കിട്ടുകയാണ് സിനിമാക്കത്തൂടെ. ഇത് മുഴുവനാകുന്നില്ല. ഇത് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുകയാണ് പടം. അടുത്തൊരു ഭാഗം കൂടെ ചിലപ്പോൾ കാണും. ഏതായാലും വിവാദങ്ങളിലേക്കൊന്നും മൈക്കിൾ ജാക്സൻ്റെ വിവാദ ജീവിതത്തിലേക്കൊന്നും ഇത് കടക്കുന്നില്ല. മൈക്കിൾ ജാക്സൻ്റെ വളർച്ച, മൈക്കിൾ ജാക്സൻ്റെ ചെറുപ്പം, മൈക്കിൾ ജാക്സൻ്റെ വീട്ടുകാർ, മൈക്കിൾ ജാക്സൻ്റെ ചെറുപ്പത്തിലെ വന്ന കൊടിയ പീഡനം, പിതാവിൽ നിന്ന് കൊടിയ പീഡനം, ഇങ്ങനെ വളർന്ന് വലുതായി, അതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു അന്യായ എഫക്റ്റ് കേട്ടോ. എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. നിങ്ങൾ ഒരു തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. കാരണം ഇതിനകത്തെ പാട്ടുകളും സ്റ്റേജ് ഷോയൊക്കെ അവർ പെർഫെക്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ത്രില്ലറിലെ പാട്ടുകൾ, ബാഡിലെ പാട്ടുകളൊക്കെ പെർഫെക്റ്റായിട്ട് തന്ന് എങ്ങനെ സ്റ്റേജിൽ കളിച്ചു അതുപോലെ തന്നെ ഇത് കാണിക്കുന്നുണ്ട്. ഏതായാലും കണ്ടോട്ടോ. ഒന്നുമില്ല, ഒരു ഇതുമില്ല. ചെറിയൊരു ഡോക്യുമെൻ്ററി ടച്ച് ഉണ്ട്, എന്നാലും വേറെ ലെവലാണ്. നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ ആ ചെറുപ്പത്തിൻ്റെ ആ ഒരു വികാരം നമുക്ക് തിരിച്ചു വരും. സൂപ്പർ പടം. ധൈര്യമായിട്ട് കണ്ടു മൈക്കിൾ. ഓക്കെ.